ഹലോ നമസ്കാരം. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രി 8:30 ആഗ്രയിൽ നിന്നും ബസ് കയറി ഞങ്ങളൊരു 12 മണിയാകുമ്പോഴേക്കും ഡൽഹിയിലെത്തി. ഡൽഹിയിൽ ഞങ്ങൾ ഓൾറെഡി റൂം ബുക്ക് ചെയ്തിരുന്നു. പഹർഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു റൂം ബുക്ക് ചെയ്തത്. ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് നേരെ ഒരു ഉബർ ടാക്സി എടുത്തിട്ടാണ് റൂമിലേക്ക് പോയത്. മേക്ക് മൈ ട്രിപ്പിലായിരുന്നു ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. 1500 രൂപയായിരുന്നു റൂമിന് ചാർജ് വന്നത്. രാത്രി റൂമിൽ റെസ്റ്റ് എടുത്തിട്ട് രാവിലെ ഏകദേശം ഒരു 10 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി. പഹർഗഞ്ചിൽ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ന്യൂഡൽഹി മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഡൽഹിയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും പെട്ടെന്ന് തന്നെ എത്താവുന്നതുമായിട്ടുള്ള ഒരു ഗതാഗത മാർഗ്ഗമാണ് മെട്രോ റെയിൽ. ഡൽഹിയിലെ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കും മെട്രോ റെയിൽ സൗകര്യം ലഭ്യമാണ്. ഡൽഹി മെട്രോ സ്റ്റേഷനിലെത്തി നേരെ പോയത് മെട്രോ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾക്ക് 150 രൂപയാണ് മെട്രോ കാർഡിന് ചാർജ് വരുന്നത്. ഒരു 50 രൂപയ്ക്ക് റീചാർജും ചെയ്തു. അങ്ങനെ ടോട്ടൽ 200 രൂപയാണ് ഒരാൾക്കായത്. ഓരോ തവണ മെട്രോ പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോഴും നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് വേണം കയറാൻ. ഈ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മളെ കാർഡിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് ഓരോ തവണയും നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അഥവാ അത് തീർന്നു പോകാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് റീചാർജ് ചെയ്യാവുന്നതാണ്. എല്ലാ മെട്രോ റെയിൽവേ സ്റ്റേഷനുകളിലും ഈ സൗകര്യം ലഭ്യമാണ്. ബഹുമാനപ്പെട്ട മെട്രോമാൻ ഇ ശ്രീധരൻ്റെ ഏറ്റവും വലിയ പ്രൊജക്റ്റുകളിലൊന്നായിരുന്നു DMRC. മറ്റു മെട്രോകളിൽ നിന്നും ഡൽഹി മെട്രോ വേറിട്ട് നിൽക്കുന്നത് അതിൻ്റെ കണക്ടിവിറ്റിയുടെ പ്രത്യേകത കൊണ്ടാണ്. ഡൽഹിയുടെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നിരവധി ലൈനുകളിലായി ഡൽഹി മെട്രോ വ്യാപിച്ചു കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ വരുന്ന സാധാരണക്കാർ മുതൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഗതാഗത മാർഗ്ഗമാണ് ഡൽഹി മെട്രോ. ഡൽഹിയിലെ ഒരുപാട് സ്ഥലങ്ങളിലേക്കായി റെഡ്, ബ്ലൂ, വയലറ്റ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, പിങ്ക്, പർപ്പിൾ എന്നീ നിറങ്ങളിലായിട്ടാണ് ഡൽഹി മെട്രോ ലൈൻ ഉള്ളത്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനടുത്ത് നമ്മൾ റൂം എടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് മെട്രോ വഴി നമുക്ക് പോകാൻ പറ്റും. ഡൽഹി മെട്രോയുടെ ഒരുപാട് ആപ്പുകൾ നിലവിലുണ്ട്. അപ്പോൾ നമുക്ക് അത് എടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് എത്ര ചാർജ് വരും, മറ്റ് ഡീറ്റെയിൽസ് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നേരത്തെ തന്നെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ നോക്കി എങ്ങനെ ഡൽഹി മെട്രോയിൽ യാത്ര ചെയ്യാമെന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മുൻപേ തന്നെ പ്ലാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം നഷ്ടമാവും. അങ്ങനെ ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യം പോകുന്നത്. അത് പോകണമെന്നുണ്ടെങ്കിൽ യെല്ലോ ലൈനിലാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. യെല്ലോ ലൈനിൽ യാത്ര ചെയ്തിട്ട് സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങണം. ഈ സമയം യാത്ര ചെയ്തിട്ട് ഞങ്ങൾ സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വേണം ഇന്ത്യ ഗേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ആദ്യമായിട്ടാണ് മെട്രോ റെയിലിൽ നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. ഞങ്ങൾക്കും അതുപോലെ തന്നെ ആയിരുന്നു. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയമെടുത്തു. അങ്ങനെ ഞങ്ങൾ സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി. അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുറച്ച് നല്ല വെയിലൊക്കെ ഉണ്ടായതുകൊണ്ട്, രാവിലെ തന്നെ ആണെങ്കിലും കുറച്ച് നല്ല വെയിലൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ടാണ് ഇന്ത്യ ഗേറ്റിനടുത്തേക്ക് പോയത്. മുൻപ് 2 തവണ ഡൽഹി വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഗേറ്റിനടുത്തേക്ക് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. ഡൽഹിയുടെ തിരക്കോ ട്രാഫിക്കോ അങ്ങനത്തെ റഷോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര കാമായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. അങ്ങനെ ഇന്ത്യ ഗേറ്റിൻ്റെ കുറേ മുൻപിലുള്ള ഒരു ഏരിയയിലായിരുന്നു ഞങ്ങൾ ഓട്ടോ ഇറങ്ങിയത്. ഓട്ടോ ഇറങ്ങിയിട്ട് ഇന്ത്യ ഗേറ്റിനടുത്തേക്ക് നടക്കുകയാണ്. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്, എന്നാലും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ദൂരെ നിന്നിട്ടുള്ള കുറേ ഫോട്ടോയൊക്കെ പകർത്തി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധസ്മാരകങ്ങളിലൊന്നാണ് ഇന്ത്യ ഗേറ്റ്. രാഷ്ട്രപതി ഭവൻ, പാർലമെൻറ്റ് എന്നിവയും ഇതിനടുത്ത് തന്നെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മുന്നിൽ കാണുന്ന റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇന്ത്യ ഗേറ്റിന് അടുത്തേക്ക് എത്താൻ. അതിനായിട്ടൊരു അണ്ടർഗ്രൗണ്ട് പാത ഉണ്ടായിരുന്നു. അതിലൂടെ നടന്ന് ഞങ്ങൾ ഇന്ത്യ ഗേറ്റിൻ്റെ തൊട്ടടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ സൈനികരുടെ ഓർമ്മ നിലനിർത്തുന്നതിന് 1931 നിർമ്മിക്കപ്പെട്ട ഒരു സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ്.
ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ സേനയുടെ ഒരു യുദ്ധസ്മാരകം ഇതിനുള്ളിൽ സ്ഥാപിച്ചു. അമർ ജവാൻ ജ്യോതി എന്നാണ് ഈ സ്മാരകം അറിയപ്പെടുന്നത്. ഡൽഹിയുടെ പ്രധാന പാതയായ രാജ്പഥിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ ആദ്യ പേരായിരുന്നു അഖിലേന്ത്യാ യുദ്ധ സ്മാരകം. എഡ്വിൻ ലൂട്ടൻസ് ആണ് ഇന്ത്യ ഗേറ്റിൻ്റെ ശില്പി. 1921 ഫെബ്രുവരി 10 തറക്കല്ലിടൽ കർമ്മം നടന്ന ഇന്ത്യ ഗേറ്റ് 1931 പണി പൂർത്തിയാക്കി. യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ പേരുകൾ ഇന്ത്യ ഗേറ്റിൻ്റെ ചുമരിൽ കൊത്തിവെച്ചിട്ടുണ്ട്. 42 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ ഏറ്റവും മുകളിൽ ഇന്ത്യ എന്ന് കൊത്തിവെച്ചിട്ടുണ്ട്. 70,000-ലധികം സൈനികരുടെ പേരും അവരുടെ സേവനങ്ങളുടെ വിവരങ്ങളും ഈ ചുമരിൽ നമുക്ക് കാണാം. ഇന്ത്യ ഗേറ്റിൻ്റെ ആർച്ചിൻ്റെ താഴെയായി കത്തിച്ചു വെച്ചിരിക്കുന്ന ദീപമാണ് അമർ ജവാൻ ജ്യോതി. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഓർമ്മയ്ക്കായി 1972 ജനുവരി 26 ഇത് സ്ഥാപിക്കപ്പെട്ടത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഇതിൻ്റെ സ്ഥാപക കർമ്മം നിർവഹിച്ചത്. കറുത്ത മാർബിളിൽ നിർമ്മിച്ചിരിക്കുന്ന ഇത് യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായി തെളിയിച്ചു വച്ചതാണ്. ഒരു സൈനിക യുദ്ധത്തോക്കും സൈനികൻ്റെ തൊപ്പിയും ഇതിനോടൊപ്പം പണിതു വച്ചിരിക്കുന്നു. ഇന്ത്യ ഗേറ്റിലെത്തി. ഇന്ത്യ ഗേറ്റ് ഒരു അടിപൊളി കാഴ്ചയാണ്. ഇവിടെ ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ പേരുകളൊക്കെ ഇതിനകത്തേക്ക് കൊത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മെമ്മോറിയലായിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. രക്ഷയില്ല, അടിപൊളി. ഇന്ത്യ ഗേറ്റിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് കേരള ഹൗസിലേക്കായിരുന്നു. 4 ദിവസം കേരള സ്റ്റൈൽ ഫുഡ് കിട്ടാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേരള ഹൗസിൽ പോയിട്ട് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത്. പുറത്തു നിന്നും ടോക്കൺ എടുത്തിട്ട് അത്യാവശ്യം സമയം ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും മലയാളികളുമായിരുന്നു. അതായിരുന്നു ഒരു പ്രത്യേകത. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്ത് കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് പോയത്. അടുത്തതായിട്ട് പോകുന്നത് ജന്തർ മന്ദറിലേക്കാണ്. അത് കേരള ഹൗസിൽ നിന്ന് നടക്കാവുന്ന ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ജന്തർ മന്ദറിലേക്ക് നടക്കാനായിട്ട് തുടങ്ങി. ഉച്ചയ്ക്ക് 12:30 കേരള ഹൗസിൽ ലഞ്ച് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് കേരള സ്റ്റൈലിൽ സദ്യ, ബിരിയാണി, അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മറ്റു ഭക്ഷണങ്ങളും ലഭ്യമാണ്. അപ്പോൾ ആരെങ്കിലും കേരള ഹൗസിൽ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ വന്നിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കേരള ഹൗസിൽ നിന്ന് ഏകദേശം 900 മീറ്ററിനടുത്തേ ഉള്ളൂ ജന്തർ മന്ദറിലേക്കുള്ള ദൂരം. അങ്ങനെ ഞങ്ങൾ ജന്തർ മന്ദറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലെ ഈ ഒരു സ്ഥലവും അധികം തിരക്കില്ലാത്തതായിരുന്നു. ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ജന്തർ മന്ദിറിൻ്റെ മുന്നിലേക്കെത്തി. ജന്തർ മന്ദിറിലേക്കുള്ള എൻട്രി ഫീ മുതിർന്നവർക്ക് 25 രൂപയായിരുന്നു. അങ്ങനെ 2 ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. 13 നിർമ്മിതികളുടെ സമുച്ചയമാണ് ജന്തർ മന്ദിർ. ഇവയെ യന്ത്രങ്ങൾ എന്ന് വിളിക്കുന്നു. ജന്തർ മന്ദിർ ഒരു ഒബ്സർവേറ്ററിയാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് ഉപയോഗിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യയിൽ 5 ജന്തർ മന്ദിറുകളിൽ ഒന്നാണ് ഡൽഹിയിലുള്ളത്. ഇതിൽ 13 വാസ്തുവിദ്യ ജ്യോതിശാസ്ത്ര ഉപകരണങ്ങൾ അടങ്ങിയിരിക്കുന്നു. ജ്യോതിശാസ്ത്ര പട്ടികകൾ സമാഹരിക്കുക, സൂര്യൻ, ചന്ദ്രൻ, ഗ്രഹങ്ങൾ എന്നിവയുടെ സമയവും ചലനങ്ങളും പ്രവചിക്കുക എന്നിവയായിരുന്നു ഈ ഒബ്സർവേറ്ററിയുടെ പ്രാഥമിക ലക്ഷ്യം. 1724 പൂർത്തീകരിക്കപ്പെട്ട ഡൽഹി ജന്തർ മന്ദർ 1857 കലാപത്തോടുകൂടി നശിച്ചു. രാമയന്ത്രം, സാമ്രാട്ട് യന്ത്രം, ജയപ്രകാശ് യന്ത്രം, മിശ്രയന്ത്രം എന്നിവയാണ് ജന്തർ മന്ദറിൻ്റെ വ്യത്യസ്തമായ ഉപകരണങ്ങൾ. 1724 ജയ്പൂരിലെ മഹാരാജ ജയ്സിംഗ് രണ്ടാമനാണ് ഇത് നിർമ്മിച്ചത്. 18-ാം നൂറ്റാണ്ടിൽ മഹാരാജാവ് തൻ്റെ ഭരണകാലത്ത് 5 ഒബ്സർവേറ്ററികൾ സ്ഥാപിച്ചു. ഈ 5 എണ്ണത്തിൽ ഡൽഹിയിലുള്ളതാണ് ആദ്യം നിർമ്മിച്ചത്. മറ്റ് 4 ഒബ്സർവേറ്ററികൾ ഉജ്ജയിൻ, മധുര, വാരാണസി, ജയ്പൂർ എന്നിവിടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒബ്സർവേറ്ററികളുടെ നിർമ്മാണത്തിന് പിന്നിലെ ലക്ഷ്യം ജ്യോതിശാസ്ത്ര ഡാറ്റ ശേഖരിക്കുകയും സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ, ചന്ദ്രൻ, സൂര്യൻ മുതലായവയുടെ ചലനം കൃത്യമായി പ്രവചിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. ഇത് നിർമ്മിച്ച കാലത്ത് ഏറ്റവും സവിശേഷമായ ഒരു നിർമ്മിതിയായിരുന്നു. ജന്തർ മന്ദറിലൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങാൻ പോവാണ്. പുറത്തുനിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് ഞങ്ങൾ പാർലമെൻറ്റ്, രാഷ്ട്രപതി ഭവന് ഇതൊക്കെ ഇതിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഇതൊക്കെ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. പക്ഷേ രാവിലത്തെ സമയം ഞങ്ങൾക്ക് ഇന്ത്യ ഗേറ്റ് കുറേ സമയം നമ്മൾ കണ്ടതുകൊണ്ട് അവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് അത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഓട്ടോയിൽ ഞങ്ങൾ പാർലമെൻറ്റിൻ്റെ അടുത്തേക്ക് എത്തി.
പാർലമെൻറ്റിലേക്കുള്ള റോഡിൻ്റെ അടുത്ത് ഞങ്ങൾ വണ്ടി ഇറങ്ങിയിട്ട് ഈ റോഡിലൂടെ ഞങ്ങൾ നടക്കാൻ തുടങ്ങിയതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നടക്കാനുണ്ടായിരുന്നു. നടന്ന് ഞങ്ങൾ പാർലമെൻറ്റിൻ്റെ അടുത്തുള്ളൊരു ഗേറ്റിനടുത്തേക്ക് എത്തി. ആ ഗേറ്റിലെത്തിയപ്പോഴാണ് അറിയുന്നത് അവിടെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണമായിരുന്നു. നമ്മൾ ഓൺലൈനിൽ ഉള്ളിൽ കയറി കാണണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്യണമായിരുന്നു. അങ്ങനെ അവിടെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ നിന്ന് കുത്തബ് മിനാറിലേക്കാണ് ഇനി പോകേണ്ടത്. നേരത്തെ തന്നെ മെട്രോ കാർഡ് എടുത്തുകൊണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. മെട്രോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 1.5-2 കിലോമീറ്റർ നമുക്ക് പോകാനുണ്ട്. അങ്ങനെ പോയി ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഈ കാണുന്നതാണ് കുത്തബ് മിനാറിലേക്ക് കയറാനുള്ള ടോക്കണ്. ഇത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാൻ. ഇതാണ് എൻട്രി ഗേറ്റ്. ഈ എൻട്രി ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. കുത്തബ് മിനാറിൽ ഒരാൾക്ക് എൻട്രി ഫീ ആയിട്ട് വരുന്നത് 40 രൂപയാണ്. 15 വയസ്സിന് താഴെയുള്ളവർക്ക് എൻട്രി ഫ്രീ ആണ്. നമ്മൾ ടിക്കറ്റിന് പൈസ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ടോക്കണാണ്. അത് എൻട്രി ഗേറ്റിനകത്ത് കാണിച്ചിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാൻ. ഉള്ളിൽ കയറി നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ എക്സിറ്റ് ഗേറ്റിന് ഈ ടോക്കൺ നമ്മൾ തിരിച്ചു കൊടുക്കണം. കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കയ്യിൽ നിന്ന് ഫൈൻ ഈടാക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് കുത്തബ് മിനാറിൻ്റെ അടുത്തേക്ക് നടന്നു തുടങ്ങി. വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആളുകളുണ്ടായിരുന്നു. ഡൽഹിയിലെ ബഹ്റോളിയിലാണ് കുത്തബ് മിനാർ സ്ഥിതി ചെയ്യുന്നത്. മുഹമ്മദ് ഗോറിയുടെ സൈന്യാധിപനായിരുന്ന കുത്തബുദ്ദീൻ ഐബക്ക് ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിച്ച ശേഷമാണ് ഈ ഗോപുരം പണി ആരംഭിച്ചത്. 1199 ആരംഭിച്ച നിർമ്മാണം പൂർത്തിയായത് ഐബക്കിൻ്റെ പിൻഗാമിയും മരുമകനുമായ ഷംസുദ്ദീൻ ഇൽത്തുമിഷിൻ്റെ കാലത്തും. പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിച്ച് ഡൽഹി പിടിച്ചെടുത്ത മുഹമ്മദ് ഗോറിയുടെ മരണത്തിനു ശേഷം ഐബക്ക് ഡൽഹി ആസ്ഥാനമായി സ്ഥാപിച്ച സുൽത്താനേറ്റ് പിന്നീട് മാലൂക്ക് രാജവംശം എന്നറിയപ്പെട്ടു. അഫ്ഗാനിസ്ഥാനിൽ പലയിടത്തും ഗോറിയുടെ കാലത്ത് കുത്തബ് മിനാർ മാതൃകയിലുള്ള നിരവധി ഗോപുരങ്ങൾ കാണാം. കുത്തബ് മിനാറിൻ്റെ അരികിൽ കുവത്തുൽ ഇസ്ലാമിക് പള്ളിയും പള്ളിക്കകത്ത് പ്രവേശിക്കുന്നതിനായി പണിത കവാടമായ അലൈ ദർവാസയും കാണാം. 1311 ദില്ലി ഭരണാധികാരിയായിരുന്ന അലാവുദ്ദീൻ ഖിൽജിയാണ് ഈ കവാടം പണിതത്. 1368 ഇടിമിന്നലേറ്റ് മിനാരത്തിന് കേടുപാടുകൾ പറ്റി. തുഗ്ലക്ക് രാജവംശത്തിൻ്റെ സുൽത്താനായിരുന്ന ഫിറോസ് ഷാ തുഗ്ലക്ക് ഇതിൻ്റെ കേടുപാടുകൾ തീർക്കുകയും അവസാനത്തെ നില പുതുക്കുകയും ഒരു നില കൂടി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇന്തോ ഇസ്ലാമിക് വാസ്തുശൈലിയിലാണ് കുത്തബ് മിനാർ നിർമ്മിച്ചിരിക്കുന്നത്. കുത്തബ് മിനാറിൻ്റെ ഉള്ളിലുള്ള 379 പടികൾ കയറിയാൽ ഈ ഗോപുരത്തിൻ്റെ നെറുകയിലെത്താം. എന്നാൽ പലപ്പോഴായി ഉണ്ടായ അപകടങ്ങൾക്കും ആത്മഹത്യകൾക്കും ശേഷം ഇവിടെ നിയന്ത്രണങ്ങളുണ്ടായി. 1981 ഗോപുരത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 45 പേർ മരിച്ചു. ഇതിനുശേഷം ഇവിടേക്ക് ആരെയും കടത്തിവിടാറില്ല. 5 നിലകളുള്ള ഗോപുരത്തിൻ്റെ താഴെത്തട്ടിന് 14.3 മീറ്റർ വ്യാസവും മുകളിലത്തെ തട്ടിന് 2.75 മീറ്റർ വ്യാസവുമാണുള്ളത്. കുത്തബുദ്ദീൻ ഐബക്ക് നിർമ്മിച്ച ആദ്യത്തെ നിലയുടെ ചുവരിൽ അറബിക്കിലുള്ള ലിഖിതങ്ങൾ കാണാം. ഏറ്റവും മുകളിലത്തെ 2 നിലകൾ ഒഴികെ മറ്റ് നിലകളെല്ലാം ചുവന്ന മണൽക്കല്ലിലാണ് പണിതിരിക്കുന്നത്. മുകളിലത്തെ 2 നിലകൾ ഫിറോസ് ഷാ തുഗ്ലക്ക് വെണ്ണക്കല്ലിലാണ് പണിതത്. കുത്തബ് മിനാറിന് സമാനമായി കുത്തബ് സമുച്ചയത്തിൽ ഒരു ഗോപുരം നിർമ്മിക്കാൻ അലാവുദ്ദീൻ ഖിൽജി പദ്ധതിയിട്ടിരുന്നു. എന്നാൽ അതിൻ്റെ പണി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും കുത്തബ് മിനാറിൽ അവശേഷിക്കുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിന്നും കുത്തബ് മിനാർ സന്ദർശിക്കാനുള്ള ടിക്കറ്റ് ഓൺലൈനായിട്ട് എടുക്കാവുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് കുത്തബ് മിനാർ സന്ദർശിക്കാനുള്ള സമയം. കുത്തബ് മിനാറിലെത്തിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി കാഴ്ചയാണിത്. കുത്തബ് മിനാറിൻ്റെ മുകളിലൂടെ നിരവധി വിമാനങ്ങൾ പലപ്പോഴായി പറക്കുന്നതായി കാണാം. കുത്തബ് മിനാറിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള അടിപൊളി ഒരുപാട് സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അവിടുന്ന് തിരിച്ചിറങ്ങിയത്. ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം 5 മണി ആവറായി. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങാനുള്ള പരിപാടിയിലാണ്. തിരിച്ചിറങ്ങിയിട്ട് നേരെ സരോജിനി മാർക്കറ്റ് പോയിട്ട് കുറച്ച് ഷോപ്പിങ്ങൊക്കെ നടത്തിയിട്ട് വേണം ഞങ്ങൾക്ക് മണാലിയിലേക്ക് ബസ് കയറാൻ വേണ്ടിയിട്ട്. ISBT കാശ്മീരി ഗേറ്റിന് അടുത്തുനിന്ന് 8 മണിക്കാണ് ബസ്. അങ്ങനെ കുത്തബ് മിനാറിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചു.